നമസ്കാരം. റോഡ് നിർമ്മാണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന പുതിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പെരുമ്പാവൂർ ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. ബൈപ്പാസ് ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴായിരുന്നു മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. തടസ്സമില്ലാത്ത റോഡ് ശൃംഖലയ്ക്ക് രൂപം നൽകുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. 301 കോടി രൂപയുടെ പദ്ധതിയാണ് പെരുമ്പാവൂർ ബൈപ്പാസ്. 4 കിലോമീറ്റർ ദൂരത്തിൽ 2 ഘട്ടങ്ങളായാണ് പദ്ധതിയുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ റോഡ് വികസനത്തിനായി 41.85 കോടി രൂപയുടെ പ്രവർത്തികൾ പൂർത്തിയാക്കിയതായി മന്ത്രി പറഞ്ഞിരുന്നു. ബൈപ്പാസിന് 2016 ബജറ്റിലാണ് 20 കോടി രൂപ വകയെത്തിയത്. ആലുവ മൂന്നാർ റോഡിലെ മരുത് കവലയിൽ തുടങ്ങി OM റോഡിൽ അവസാനിക്കുന്ന ഒന്നാം ഘട്ടത്തിന് 1.25 കിലോമീറ്ററാണ് നീളം. 25 മീറ്റർ വീതി ഉണ്ടാകും. 4 വരി പാതയായിട്ടാണ് നിർമ്മാണം. നടപ്പാതയും ഡ്രെയിനേജ് സൗകര്യവും ഉണ്ടാകും. പെരുമ്പാവൂർ വില്ലേജിലെ 63 ഭൂവുടമകളിൽ നിന്നായി 2.74 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് 21.63 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി. രാജേഷ് മാത്യു ആൻഡ് കമ്പനിയുമായി 25.4 കോടി രൂപയ്ക്കാണ് നിർമ്മാണ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ബൈപ്പാസിന് 301.71 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. മലയോര ഹൈവേയുടെ തൃശൂർ ജില്ലയിലെ 3ാം റീച്ചിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡിന്റെ 2ാം റീച്ചിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച മന്ത്രി നിർവഹിച്ചിരുന്നു. പദ്ധതി പൂർത്തീകരിക്കുന്നതിന് എല്ലാ മാസവും പ്രത്യേക അവലോകനം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. പെരുമ്പാവൂർ പട്ടണത്തിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ 2016 ബൈപ്പാസിന് തുക വകയെത്തിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 1251 കിലോമീറ്റർ ദൂരത്തിൽ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയും ഉണ്ട് പദ്ധതിയിൽ. ഇതിൽ തൃശൂർ ജില്ലയിലെ 3ാം റീച്ചിലാണ് കേരളത്തിൽ ആദ്യമായി മലയോര ഹൈവേക്കായി നിർമ്മിതികൾക്ക് പണം നൽകി ഭൂമി ഏറ്റെടുക്കുന്നത്. കൊടകര, കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് 9.15 കിലോമീറ്റർ നീളം വരുന്ന പുത്തൂക്കാവ്, കനകമല, മേച്ചിറ പൊതുമരാമത്ത് റോഡിന് 8.98 കോടി രൂപയുടെ ഭരണ അനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട്. മരുത് കവല മുതൽ MC റോഡ് വരെയുള്ള ഒന്നാം ഘട്ടത്തിൽ 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. 7 മാസത്തിനകം ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ.